ഞാൻ വീഡിയോയിൽ പലപ്പോഴും പറയാറുള്ള അച്ചായനെക്കുറിച്ച് അറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ മതി. ഞാൻ അച്ചായനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. എന്താ പറയുക, മഴ കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയതാണ്. ഇത് നമ്മുടെ നിലമ്പൂർ നിന്ന് രാജേട്ടൻ വന്നപ്പോൾ അദ്ദേഹം എടുത്തതാണ് ഈ പാൻറ്റും ഈ ഷർട്ടും. അപ്പോൾ എന്നാൽ ഈ ഒരു പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് തന്നെ യാത്ര പോകാമെന്ന് കരുതി. ഞാൻ പോകുന്നത് ആലുവയിലേക്കാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിലേക്കാണ് പോകുന്നത്. ആലുവയിൽ നമ്മളുടെ അച്ചായനുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അച്ചായൻ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ അച്ചായൻ്റെ വീടിൻ്റെ പാല് കാച്ചിലാണ്, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. നാളെയാണ് പ്രോഗ്രാം. ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ തിങ്കളാഴ്ചയാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് കോട്ട എക്സ്പ്രസ്സിന് കയറിയിട്ട് ആലുവയിൽ നിന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ പ്രോഗ്രാമിന് വീട്ടിലേക്ക്, അത് പ്രോഗ്രാം നടക്കുന്ന വീട്ടിലേക്ക് അപ്പോൾ പോകാമെന്നാണ് കരുതുന്നത്. ഇല്ലാന്നാണെങ്കിൽ രാവിലെ ഞാൻ പോകാൻ വേണ്ടി കരുതുവാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാമായിരുന്നു. ഇതിപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മളെന്തായാലും ഇത്തരത്തിൽ നടക്കില്ല. എന്നാണെങ്കിൽ നമ്മൾ എത്തൂല, ആ സമയത്ത് എത്തൂല. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അറ്റൻഡ് ചെയ്യണ്ടേ, അപ്പോഴേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3 മണിയായിട്ടുണ്ട്. 3:30 ആകുമ്പോഴാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. പിന്നെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക യാത്ര എന്ന് പറയുന്നത് ആലുവയിലേക്കുള്ള യാത്ര അതിഗംഭീരമായിട്ടുള്ള യാത്രയായിരിക്കും. നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ട്രെയിൻ യാത്ര ഇതിൻ്റെ മുമ്പ് നമ്മൾ പോയിരുന്നത് കോട്ടയത്തേക്കായിരുന്നു. അത് നമ്മൾ കോട്ടയം അച്ചായനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ എറണാകുളത്തെ നമ്മുടെ അമേരിക്ക അച്ചായനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്തായാലും അച്ചായൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങനെ മുമ്പോട്ട് കൊണ്ടിട്ട് നേരെ ആലുവയിൽ പോയി ഇറങ്ങാം. ഞാൻ അഖിലിനെ വിളിച്ചിട്ടുണ്ട്, അഖിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അവിടേക്ക് അഖിൽ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അഖിലിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അഖിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ പോകുന്നു. ബാക്കിയുള്ള പാക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ്, പാക്ക് ചെയ്യാനൊന്നുമില്ല, ഒരു നാളെ ഇടാനുള്ള ഡ്രസ്സ് മാത്രം നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ബാഗ് നമ്മൾക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് മാത്രം ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പ് ഒന്നും കൊണ്ടുപോകണില്ല, എഡിറ്റിംഗ് പരിപാടിയൊന്നും ചെയ്യണില്ല തൽക്കാലത്തേക്ക്. അഖിലിപ്പോൾ വരും, അപ്പോഴേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കാം. ലാപ്ടോപ്പ് എടുക്കണില്ല. പോടോ ഇല്ല, വരട്ടെ. എന്നാ ഞാൻ പോയിട്ടോ, നാളെ വരാം. ടാറ്റാ, ബൈ ബൈ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുവാണ്. വലിയ ആഡംബരമൊന്നുമില്ല. അഖിൽ വന്നിട്ടുണ്ട്, അഖിലിൻ്റെ വണ്ടിയിൽ കയറുന്നു, യാത്രയാവുന്നു എന്നുള്ളതാണ്. അഖിലേ, ഓട്ടമുണ്ടെന്ന്? ഓട്ടല്ല, പോയി. ഓക്കെ, കോഴിയോട് യാത്ര പറഞ്ഞ് അഖിലിനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. പിന്നെ അഖിലിൻ്റെ ഒപ്പം തന്നെ പോകാമെന്ന് കരുതി. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയത്ത് പോയെന്ന് നിജം ഉണ്ടാക്കി, അന്നും തന്നെ ഉണ്ടാക്കിയാട്ടാ. ഇത് ഡിജയുടെ നമ്മളുടെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്രയും നീളത്തിലൊക്കെ ഇങ്ങനെ നീട്ടി പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇതുവരെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഇത് കേട്ടാ, ഇത് നമുക്ക് ശ്രദ്ധിക്കണ്ട, ഇത് ഞാൻ ശ്രദ്ധിക്കണ്ടേ. ഓന് ഇതിൻ്റെ അളവും കൂടി നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് കച്ചിൽ ഇട്ടപ്പോ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ. ഒരു ബ്ലോഗറായിട്ട് തന്നെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. സാധാരണ ഞാനൊരു യാത്രക്കാരനായിട്ടാണ് പോക്ക്, പിന്നെ അങ്ങനല്ല, ഒരു ബ്ലോഗറായിട്ടാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമ്മുടെ വണ്ടി തന്നെ കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്ത് നിർത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. നല്ല വരി ഉണ്ട് കേട്ടോ ടിക്കറ്റിന്. 7 ഉറുപ്പിക കേട്ടോ ഇവിടുന്ന് ആലുവയ്ക്ക്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വരിക കേട്ടോ. നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ്, അപ്പുറത്തേക്ക് കയറി മറിയണം. പിന്നെ ഞാൻ അതിൻ്റെ മുമ്പ് ഒരു ദിവസം പറഞ്ഞതാണ് സ്റ്റേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ പാളത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഞാൻ കോട്ടയത്തേക്ക് പോയെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണില്ല. നമുക്ക് നൈസായിട്ട് ഇതിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് ഇറങ്ങാം. പ്ലാറ്റ്ഫോം നമ്പർ 2 വരുന്നത്. അതായത് ട്രെയിന് വരുമ്പോഴേക്കേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ട്രെയിന് വരുന്നത്, മനസ്സിലായ? നല്ല വ്യൂ ആണ്. പക്ഷേങ്കിൽ ഞാൻ വ്യൂ കാണാൻ വേണ്ടി നിൽക്കുള്ളൂ, എനിക്ക് സീറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് അധികം നേരം നിന്നാണ്ട് നമ്മൾ സമയം കളയുന്നില്ല. നൈസായിട്ട് വേഗം അപ്പുറത്തെ ട്രാക്ക് പിടിക്കാം. അത്യാവശ്യം നല്ല യാത്രക്കാരുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. പിന്നെ ഈ ഒരു ഏരിയ കണ്ടങ്ങൾ ഇവിടെയൊക്കെ മണ്ണിട്ട് പൊന്തിച്ചത്, അധികം നല്ല ചതുപ്പ് സ്ഥലമായിരുന്നു, അതായത് വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നു. നമുക്ക് പോകാനുള്ള വണ്ടി അതാ വരണടേ.
കേറിക്കോ. മറ്റേ റിസർവേഷൻ വ്ളോഗിലൊക്കെ ഉണ്ടായിക്കോട്ടെ. എന്റെ പേരെന്താ? റോഷൻ. റോഷനും ഉണ്ട്. റോഷൻ എവിടെ പോണേ? വല്ലപ്പുഴ. നമ്മുടെ വണ്ടി കിടക്കണ്ട. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ വണ്ടി കൂടി വരണം. ആ ഒരു വണ്ടി കൂടി ഇപ്പോൾ ക്രോസിംഗ് ടൈമാണ് ഇവിടെ. പിന്നെ ഫസ്റ്റ് കയറിയ റിസർവേഷനിലായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. പിന്നെ പേടിക്കല്ല, ഇവിടെ ഇരിക്കാൻ സീറ്റും ഇല്ല, സുഖമാണ്. അവിടെ വരെ ഒന്ന് പോവാം. എന്താ മക്കളെ, ഒരു ഇരിക്കാൻ പോലെ സ്ഥലമില്ല കേട്ടാ. എന്താ പറയാ, അപ്പറിൽ വരെ ആൾക്കാരാണ് ഫുള്ളായിട്ട്. നമ്മുടെ മറ്റേ വണ്ടി വന്നിട്ടുണ്ട്, ഒരു ഭാഗത്ത് ഒഴിഞ്ഞ് നിൽക്കുകയാണ്. വേണ്ടാത്തൊന്നും പറയണില്ല. അപ്പൊ നമ്മള് സബ്സ്ക്രൈബറാണ് പൂങ്ങോടില്, അതുപോലെ തന്നെ വരെ കൊണ്ടുവരുള്ളു. ഇറക്കം വരാം. ഒരാളെ നമ്മൾ തിരിച്ചറിഞ്ഞു. അളിയനും പോയിക്കോളിന്നാ. പോട്ടെ നിലറ്റിലെത്തി. ഇനി ഇത് ആളെ കയറ്റില്ല കേട്ടോ ഇവിടെ. ഓക്കെ. ഷൊർണൂര് കുറച്ചൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി കാണാൻ പറ്റിയ സാഹചര്യമല്ല, ഇവിടെ ഇരിക്കണം. എന്റെ ചങ്ങാര ഷൊർണൂര്. ഇനി ഷൊർണൂര് ഇറങ്ങിയില്ല എന്ന് പറയണ്ട. ഫുള്ളെന്ന് പറയാം, എമ്മാര് ഫുള്ള്. അല്ലേ ഇജെടുക്ക എറണാകുളത്തേക്കോ? എറണാകുളത്തേക്കോ എഡിറ്റർ ആകാൻ വേണ്ടി പോകണമെന്നാ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ സ്ഥലമല്ല പോയമാരെ അല്ലേ, ഫുള്ളാണ്. കേറിക്കോളി. എനിക്ക് വേണോ ചായ ആണോ? കോഫി വേണേ പറയേ. ഇവിടെ ഒന്നുകൂടി ഒരു കോഫിയും. കാപ്പി കഴിഞ്ഞു കാപ്പി കഴിഞ്ഞു കേട്ടോ. ട്രെയിനിൽ ഏതായാലും ഇരിക്കാൻ ഗ്യാപ്പില്ല, അപ്പൊ പിന്നെ പുറത്തിറങ്ങി ഇരിക്കായിരുന്നു. അതാണ് നമ്മളുടെ കോച്ച്. ബാഗ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. കോട്ട എക്സ്പ്രസ് സൺഡേ ഭയങ്കര തിരക്ക്. മുമ്പ് ഇതേപോലെ എറണാകുളം യാത്ര ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ തന്നെ ആയിരുന്നു. നിന്നാണ് എറണാകുളം വരെ പോയത്. ബാക്ക് കൂടെ ട്രെയിന് പോകുന്നു, ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി നിൽക്കുന്നു. ആകെ ചോറയാണ്. അതിൻ്റെ ഉള്ളിൽ പാഞ്ഞാറാൻ കഴിക്കണം ഈ വണ്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആകെ പണിയാവും. ഇടയ്ക്കൊരു ഷോട്ടും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയണ്ടേ. വേറൊന്നല്ല, അത് നമുക്ക് വാതിലേക്ക് വെക്കാനും ജനാലിക്ക് വെക്കാനൊന്നും പറ്റണില്ലേ. അതാണ് അവസ്ഥ. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഈ ട്രെയിൻ അങ്ങനെ പോകും. എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവും. ഈ വണ്ടി പോയിട്ട് പോകണ്ടാവും. ഒരു പെട്രോൾ ടാങ്കറാണ് പോണ കേട്ടോ. അടിപൊളി, നല്ല നീളം ഉണ്ടായിരുന്നു. പെട്രോൾ എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടെയ്നറിലേക്ക്. അടുത്തൊരു വണ്ടിയും സ്റ്റേഷനിലേക്ക് അതേ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. പക്ഷേങ്കിൽ ഇപ്പോഴും നമ്മളുടെ വണ്ടി ഇവിടെ നിന്ന് വിട്ടിട്ടില്ല. യാത്രക്കാരെല്ലാവരും ഏറെക്കുറെയൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കാണ്. അവസാനം ഞങ്ങളുടെ വണ്ടി എടുത്തിക്കണ്ട, ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി കോട്ടയം ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചിട്ടുണ്ട്. ഫൈനടിച്ചോ നേട്ടം? വീണ്ടും ഫൈനടിച്ചോ? ഒരു വിധത്തില് രക്ഷപ്പെട്ടടേ. ഇവിടെ വെക്കുമ്പോ കാറ്റെങ്കിലും കൊള്ളാം. ഉള്ളിലായിട്ട് ആകെ വീങ്ങി പൊട്ടുക നമ്മള്. ഇവിടെ അല്ല സുഖമാക്കും, അല്ലാതെ വേറെ ഗ്യാപ്പില്ല തന്നെ. ആകെ രണ്ടാളെ കാലൊക്കെ, ഒരു കാല് ബാക്കിൽ വെച്ചാൽ രണ്ടാളെ കാലിനെ കിട്ടും. ആ ഒരു പൊസിഷനിലാണ് ഇവിടുത്തെ പരിപാടി. ഒരു പഴയ മോഡൽ ഇഞ്ചിനാണ് കിടക്കണം അവിടെ. പഴയ ഒരു ഡീസൽ ഇഞ്ചിനാ ഉള്ളല്ലേ. എൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിവിടെ കാഴ്ചക്ക് വേണ്ടി വെച്ചോ. വെള്ളം കളി. ഇനി നമ്മൾക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ആരാണ് അച്ചായൻ? നമ്മളുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അച്ചായനാണ്. അപ്പോൾ അച്ചായനും ഞാൻ തമ്മിലുള്ള ബന്ധം എന്താണ്, ഞങ്ങൾ എങ്ങനെയാണ് പരിചയം എന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയാൻ വേണ്ടി പോകുന്നത്.
നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകളും പല തരത്തിലും പല സാഹചര്യങ്ങളിലും എന്നെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാനും അച്ചായനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ അത് അത്തരത്തിൽ മാത്രം ഉൾക്കൊള്ളുക. ഇനി നമുക്ക് അച്ചായനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. ഒരു 2-2.5 വർഷം മുമ്പ് നോർത്തിലേക്ക് യാത്ര പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓട്ടോറിക്ഷയും കൊണ്ട് ഞാനും കുക്കും വീട്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുകയാണ്. അന്ന് ഈ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആകെ 10 രൂപയ്ക്കുള്ളിൽ, അത് 10,000 രൂപയ്ക്കുള്ളിൽ മാത്രമേ പൈസ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഒന്നുണ്ട്, നോർത്ത് എത്തിയിട്ടില്ലെങ്കിലും എത്തുന്നത് വരെ പോവാം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലൊരു തീരുമാനം. പക്ഷേ കുക്കിനോട് ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ നോർത്തിലേക്ക് പോകണം, നോർത്തിലേക്ക് എടുക്ക്, അങ്ങനെ ഒരു തീരുമാനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലക്ഷ്യബോധമില്ലാത്തൊരു യാത്രയായിരുന്നു. വലിയ പ്ലാനിങ്ങോ കാര്യമൊന്നുമില്ല. റോട്ടിൽ കാണുന്ന കാഴ്ചകൾ മാത്രം കാണാം എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. കാരണം അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഈ 10,000 രൂപയ്ക്കൊക്കെ എത്തുന്നിടത്ത് വരെയല്ലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. യാത്ര ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യാറില്ല, സാമ്പത്തികമായിട്ടൊന്നും ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയല്ല, കാരണം യാത്രയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓട്ടോ ഓടി ഉണ്ടാക്കിയ പൈസയും പിന്നെ ഞാൻ അല്ലാതെ കുറച്ച് കടങ്ങളൊക്കെ വരുത്തി വെച്ചുകൊണ്ടാണ് ഞാൻ യാത്രകൾ പോകാറ്. ഈ യാത്ര ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞാനും കുക്കും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ യാത്ര അവസാനിക്കാനുള്ള കാരണം മെയിനായിട്ട് സാമ്പത്തികം തന്നെ. അന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാനുള്ള പരിപാടി ഞാൻ മനസ്സിൽ കുറിച്ചു. രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവണില്ല, വണ്ടിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയായാലും വണ്ടി തള്ളി സ്റ്റാർട്ടാക്കി തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റെ യാത്രകൾ അവസാനിച്ചു, എൻ്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്നുള്ള ആ ഒരു മോഹം അവസാനിച്ചു, യാത്ര അത് എന്നേക്കുമായി അവസാനിച്ചു എന്നുള്ള അതിയായ വിഷമം എൻ്റെ മനസ്സിലുണ്ട്. ആ ഒരു വിഷമം പേറിക്കൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത്. കുക്കുവിന് പക്ഷേ ആ ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവന് എൻ്റെ ഉള്ളിലെ ഇത്തരം വിഷമങ്ങളൊന്നും ഞാൻ അവനായിട്ട് പങ്കുവച്ചിരുന്നില്ല. വേറൊന്നല്ല, അവനെയും കൂടി വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു. അങ്ങനെ എല്ലാം സ്റ്റോപ്പായി, എല്ലാത്തിനും ഒരു എൻഡായി എന്ന് തീരുമാനിച്ചാണ് ഞാൻ നാട്ടിലേക്ക് തിരിക്കുന്നത്. വേറൊന്നുമല്ല, കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് വണ്ടി അടവിട്ടിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ വിൽക്കാനോ പണയം വെക്കാനോ അങ്ങനെയുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റോപ്പാണ്, ഒരു എൻഡാണത്. അത് തിരിച്ചറിഞ്ഞ ഞാനാണ് അങ്ങനെ നാട്ടിലേക്ക് തിരിച്ച് അങ്ങനെ പോരുകയാണ്. അങ്ങനെ ഏതാണ്ട് 400 കിലോമീറ്റർ പോന്നപ്പോഴാണ് ഞാൻ അന്ന് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകളാണ് എനിക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത്. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ അവരെല്ലാവരും പറഞ്ഞു. പക്ഷേങ്കിൽ ഞാനെല്ലാം നിരസിച്ചു. വേറെ ഒന്നുമല്ല, ഞാൻ വീട്ടിലേക്ക് വരെ വിളിച്ചു പറഞ്ഞു ഞാൻ വരികയാണ്, അപ്പോൾ അതുകൊണ്ട് ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു. അന്ന് വന്നൊരു കോളാണ്, ഒരു അമേരിക്കൻ നമ്പറാണ് അച്ചായന്. അച്ചായൻ്റെ കോൾ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ തന്നെ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പല സ്കാം കാര്യങ്ങളൊക്കെ നടക്കല്ലേ, ഈ നമ്പറാണെങ്കിൽ വലിയ പരിചയമല്ല. എന്തൊക്കെയായാലും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. അച്ചായനോടും തന്നെ ഇതേ മറുപടി, ഇല്ല യാത്ര സ്റ്റോപ്പാക്കി, ഇനി അടുത്ത യാത്രയൊക്കെ പിടിക്കാം എന്നുള്ള രീതിയിൽ കോൾ കട്ടാക്കുകയാണ്. അങ്ങനെ ആ യാത്ര കഴിഞ്ഞ് നാട്ടിലെത്തി വളരെ നിരാശയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അടുത്ത യാത്ര ഒന്നും ഇനി പോകാൻ വേണ്ടി പറ്റില്ല, പ്ലാനിങ്ങും ഇല്ല, ഒന്നുമില്ല, പ്ലാൻ ചെയ്യേണ്ട ആവശ്യമല്ല, എനിക്കറിയാം. അങ്ങനെ ഞാൻ ആ ഒരു യാത്ര എന്താ പറയുക അവസാനിച്ച് നാട്ടിൽ കൂടെ ഓട്ടോ ഓടിച്ച് നടക്കുന്ന ടൈമിലാണ് വീണ്ടും അമേരിക്കയിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത്. ട്രെയിനിലൊരു പ്രശ്നം, അകത്ത് എന്തോ ഒരു സൗണ്ട് വ്യത്യാസം. നമുക്ക് ഇനി ഒരു 10 സ്റ്റോപ്പറ്റ കഴിയാണ്ടാ, 10 സ്റ്റോപ്പും കൂടി ഉണ്ട് നമുക്ക്. ഇവിടെ അകത്ത് നല്ല പ്രശ്നം നടക്കുന്നുണ്ട് കേട്ടോ, അകത്ത് നല്ല ഇടിമുട്ടി പ്രശ്നം നടക്കുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കണല്ലോ, നമ്മളൊരു ഭാഗത്ത് ഒതുങ്ങി ഇങ്ങനെ പോവാ. നമുക്ക് അച്ചായൻ്റെ കുടിരിക്കൽ കൂടെ ഉള്ളത്. നല്ല ഒന്നും തരും. ഞാനുണ്ട് ഇവിടെ വാതിലൊക്കെ തന്നെ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആകുമ്പോൾ കാറ്റെങ്കിലും കൊണ്ട് നിൽക്കാം. ഒരു 80-90 ആ റേഞ്ചിൽ ഇങ്ങനെ അടിച്ച് വിട്ടുകൊണ്ട് കേട്ടാ നമ്മുടെ വണ്ടി. അതാണ് ട്രെയിനിൻ്റെ സ്പീഡ്, 76-75. അതായത് ഞാൻ അടുത്ത് നമ്മൾ വരുന്നത് മുളങ്കുന്നത്ത് കാവ്, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൊൻകുന്നം, പിന്നെ തൃശ്ശൂർ. അതിന് എങ്ങനെ പോകണം, കാലും എത്തണമെങ്കിൽ ടൈം എടുത്ത് 7-5 മണി. വീണ്ടും നമുക്ക് കഥയിലേക്ക് തന്നെ പോവാം. അങ്ങനെ അമേരിക്കയിൽ നിന്ന് വീണ്ടും ഒരു കോൾ വരുന്നത്.
അപ്പോൾ ഈ ഒരു കോൾ വന്നിട്ട് അദ്ദേഹം ചോദിച്ചു യാത്രയൊക്കെ എന്തായി, പ്ലാൻ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇല്ല, പ്ലാൻ ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്യണം, ഇപ്പോൾ പോകാൻ പറ്റിയ സാഹചര്യമല്ല എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു യാത്ര നിർത്തുമൊന്നും വേണ്ട, യാത്ര പോക്കോ, എന്താ വേണ്ടച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെയാണോ, എൻ്റെ കയ്യിലെല്ലാം പറ്റി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് തളർന്ന് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോഴും ഞാൻ എന്താ പറയുക, ദൈവത്തെ വരെ ഞാൻ പഴി ചേരുന്നുണ്ട്. പക്ഷേങ്കിൽ യഥാർത്ഥത്തിൽ ദൈവം എന്നെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിട്ടതായിരുന്നു ഈ അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. സത്യം പറഞ്ഞാൽ ഞാൻ ദൈവം തന്നെയാണെന്ന് പലവട്ടവും ഞാൻ കരുതിയിട്ടുണ്ട്. ഞാൻ ഓരോ രാത്രികളിലും അച്ചായൻ വിളിച്ച് അച്ചായൻ സാമ്പത്തികമായിട്ട് ഹെൽപ്പാക്കിയതിന് ശേഷം പല രാത്രികളിലും ഞാൻ കരഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഹെൽപ്പാക്കിയ വ്യക്തികൾ ഇതുവരെ ഇല്ല. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് എനിക്കിങ്ങനെ പുറത്തത്തെ ഒരാൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ പറയുക, വീണ്ടും എന്നിലേക്ക് പ്രതീക്ഷ വന്ന് യാത്ര പോവാം എന്നുള്ള തീരുമാനത്തിലെത്തി. യാത്ര പ്ലാൻ ചെയ്യാൻ പറഞ്ഞു, യാത്ര പ്ലാൻ ചെയ്തു. അങ്ങനെ ഒരു യാത്ര നമ്മൾ പോയതാണ് വാരണാസിയിലേക്ക്. അന്ന് വാരണാസിയിൽ വെച്ച് അവസാനിക്കേണ്ട യാത്ര ഞാൻ മണാലിയിലേക്ക് പോകാമെന്നും പറഞ്ഞ് വണ്ടി തിരിച്ച് രാജസ്ഥാൻ എത്തിയപ്പോൾ എൻ്റെ ഫോൺ കയ്യിൽ നഷ്ടപ്പെട്ടു. അന്ന് അച്ചായൻ തന്നിരുന്ന കുറച്ച് പൈസയും കൂടി കയ്യിലുണ്ടായിരുന്നു. ഫോൺ നഷ്ടപ്പെട്ടുകൊണ്ട് പ്രയോറിറ്റി ഫോൺ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ വാങ്ങി, പൈസ കഴിഞ്ഞു, നാട്ടിലേക്ക് തിരിക്കാൻ തന്നെ കരുതി. അന്ന് അച്ചായൻ ഈ പറഞ്ഞതുപോലെ നിവർത്തി കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കോള്, ആ ഒരു വരവ്, എൻ്റെ ജീവിതത്തിലേക്കുള്ള അടിച്ച് വരവ് ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. എനിക്കത് വല്ലാത്തൊരു ഫീലായിരുന്നു. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പറയില്ലേ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ പ്രപഞ്ചശക്തി എന്നിലേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് ഈ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തിയെ. അങ്ങനെ ഞാൻ ആ ഒരു യാത്ര അവസാനിച്ചു. പിന്നീട് നമ്മൾ ഒമിനിയായിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റ് പോയി, അതിലൊക്കെ കറങ്ങി. ഇതിനെല്ലാം കാരണം അച്ചായനാണ്. ആ അച്ചായൻ്റെ വീടും അച്ചായനെയും കാണാനാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂരിലെത്തിയിട്ട് ഇവിടുത്തെ അലമ്പ് തീർന്നിട്ടില്ല കേട്ടോ. തൃശ്ശൂരൊക്കെയുള്ള ജനങ്ങളാണ് ഞങ്ങള്. ഞാൻ ഇങ്ങോട്ടാ ശ്രദ്ധിക്കട്ടെ എനിക്ക് തന്നെ അറിയില്ല. അച്ചായൻ്റെ നിരന്തരമായിട്ടുള്ള കോളും മെസ്സേജും ഞങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കി. അച്ചായൻ വിളിക്കാതെയോ മെസ്സേജ് അയക്കാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമമായിരുന്നു. അച്ചായനെക്കുറിച്ച് അമ്മനോട് പറയുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒറ്റയല്ലേ, അതുകൊണ്ടായിരിക്കാം നിനക്ക് ദൈവം അദ്ദേഹത്തെ കൊണ്ടു തന്നത് എന്ന്. എനിക്കത് പലവട്ടം തോന്നിയിട്ടുമുണ്ട്. ഞാൻ പലവട്ടം അത് ചിന്തിച്ചിട്ടുമുണ്ട്. കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒരു ഭാഗ്യമാണ് അച്ചായൻ എന്നുള്ളത്. കാരണം അച്ചായൻ സാമ്പത്തികപരമായിട്ട് മാത്രമല്ല, എന്നെ മാനസികപരമായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അച്ചായൻ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും അതിനെക്കുറിച്ച് എനിക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല, വളരെ വലുത് തന്നെയാണ്. അതുപോലെ തന്നെ അച്ചായനെ അത് രണ്ടാമത്തെ തവണയാണ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു തവണ രാജസ്ഥാനിൽ നിന്ന് യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നു. ആ ടൈമിൽ അച്ചായൻ വണ്ടൂരിൽ വന്നിട്ട് എന്നെയും കുക്കുവിനെയും കണ്ടിട്ട് പോയതാണ്. അച്ചായനെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമാണ്. ഇതൊന്നുമല്ല, ഇനി ഒരുപാട് പറയാനുണ്ട്. പക്ഷേ എങ്കിൽ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അച്ചായൻ ആരാണ് എന്താണെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞത്. ഇതിൽ ഞാൻ പറഞ്ഞത് അച്ചായനെക്കുറിച്ച് മാത്രമാണെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരുമാണ് ഈ ചാനൽ ഇത്ര കണ്ട് വളർത്തിയതും അതുപോലെ തന്നെ ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോകൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ടായിരുന്നോ ഈ പുതുക്കാട് നമ്മളെ പിടിച്ചിട്ടത്? അതെ, ഇവന് വേണ്ടിയിട്ടായിരുന്നു. ആരാണവൻ? എവിടേക്ക് പോകുന്നു? അന്റെ പേരെന്താ? ഷെറിന് എടുക്കാൻ പോണ? കൊച്ചിയിലെന്താ പരിപാടി? ഓഫീസിലോ? എന്താ പണി? എന്താ ഓഫീസ്? ഐടി. നമ്മുടെ ഗ്യാപ്പ് വരും വെച്ചു അതിലേക്ക് ഇരിക്കാനേ. വേറെ എവിടെയും ഗ്യാപ്പില്ല. ഉള്ളിൽ ഗ്യാപ്പില്ലല്ലോ? ഉള്ളിൽ സീറ്റില്ലല്ലോ? നിക്കാൻ സ്ഥലല്ല. ഞങ്ങളിപ്പോഴും ഇവിടെ തെറിച്ചിട്ടില്ല കേട്ടാ. ഇവിടെ നിൽക്കുക തന്നെയാണ്. രണ്ടാമത്തെ വണ്ടി വരുന്നുണ്ട്. 2 വണ്ടിക്ക് വേണ്ടിട്ടാ നമ്മളെ പിടിച്ചിട്ട്. ഇവിടെ തന്നെ ഇവിടെ ഇപ്പൊ 2 വണ്ടി പോയി. രണ്ടാമത്തെ വണ്ടിയാണ്.
വന്ദേ ഭാരതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും പിടിച്ചിട്ടൊക്കെ തന്നെയാണ് പോയിട്ടില്ല ഉടനെ. ഇപ്പോൾ വന്ദേ ഭാരത് കൂടി പാസ്സാവണം. അവിടെ തൃശ്ശൂർ എത്തിയാണ്, ഇപ്പോൾ വരും ഇതുവഴി. ഓരും കൂടി പാസ്സായാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വലിയ സ്പീഡില്ലാത്ത മാതിരി കണ്ടിട്ട് തോന്നുന്നു, പക്ഷേങ്കിൽ ഇടത്തേക്ക് എത്തുന്തോറും ഉണ്ടോയെന്ന ഡൗട്ട്. അടിപൊളി വന്ദേ ഭാരത്. വന്ദേ ഭാരതിന്റെ അത്യാവശ്യം ആളുണ്ട് കേട്ടോ. മോനെ ഇനിയെങ്കിലും ഞങ്ങൾക്ക് പോകാലേ. അതും പോരാത്തോണ്ട് വേറൊരു വണ്ടി പോന്നു. ഇതിലൊക്കെ പോയിട്ട് ഞങ്ങളെ എന്തെങ്ങാനും കടത്തി വിടുവോ? ഇത് എറണാകുളം, ആലപ്പുഴ, കണ്ണൂര്. അതെ, ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവട്ടെ. അങ്ങനെ ഒരു വിധത്തിൽ പുതുക്കാട് വിടുകയാണ് ഞങ്ങൾ. പുതുക്കാട് വിടുകയാണ്. അങ്ങനെ വന്ന് ഇരിങ്ങാലക്കുടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇരിങ്ങാലക്കുടയിൽ അവിടെ ഏതൊരു വണ്ടി ലൈറ്റ് എത്തിച്ച് ചേർത്തിയാണ്. ഇന്ന് അവിടെ വരുന്നില്ലല്ലേ? എന്താ വരാത്ത? അപ്പൊ അതൊക്കെ വരുന്നു. അപ്പൊ അതൊക്കെ വരുന്നതിൽ വരി. ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കുകയാണ്. ഷൊർണൂർ ജംഗ്ഷൻ നോട്ട് മാറി. ഷൊർണൂർ ജംഗ്ഷൻ. അതിൽ സീറ്റൊന്നും ഇല്ല കേട്ടോ, കുറെ ആൾക്കാർ നിൽക്കുകയാണ്. നിങ്ങൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണാവോ? ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കാണാം കേട്ടോ. കുറെ ഞാൻ ആഗ്രഹിച്ച ഒരാളായി തന്നെ. ഇന്ന് കാണാൻ പറ്റില്ലേ? ഇന്ന് കാണാൻ ഓനും ആഗ്രഹിച്ചിന്റെ പോലെ. ടിക്കറ്റ് എടുത്ത് വെച്ചോളി, വെറുതെ പണിയാകാനൊക്കെ. ടിക്കറ്റാണ്. TTR വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ വണ്ടി വീണ്ടും പിടിച്ചിട്ട മാതിരിയാണ്. കേട്ടക്കന്നെ ഇത് എപ്പോഴത് എത്തുക കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം കോട്ടയത്തേക്ക് പോയെന്ന്. ഞാൻ അവിടെ എത്തിയത് തന്നെ 9:30 ആയിരുന്നു. ഇപ്പൊ തന്നെ 7:15 6:45 ആലുവത്തുനിന്ന് കണ്ടതായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞു. നമ്മളങ്ങനെ അങ്കമാലി കഴിഞ്ഞു കേട്ടോ. അങ്കമാലി കഴിഞ്ഞ് ആലുവ ലക്ഷ്യം വെച്ച് വണ്ടി പൊക്കോണ്ടിരിക്കുവാണ്. നല്ല കാറ്റ്. ആഹാ, ബ്യൂട്ടിഫുൾ. ഇതെന്താ NH ആണോ? നാഷണൽ ഹൈവേ ആണോ എന്തൊക്കെ അറിയില്ല. ഏതായാലും അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. ലൈറ്റ് ഒക്കെ ഇട്ട് ഉടലോടക്കി ഇങ്ങനെ വണ്ടിയാള്. ഓന്റെ മക്കളെ സമയം എന്തായി ഞങ്ങള് 7:50. ഇത് 9 മണിക്കും കോട്ടയത്ത് എത്തൂല കേട്ടോ. നേരം വൈകുന്നത് ഉണ്ടായിക്കോട്ടെ. ഈശ്വര, അതിനുള്ളൊന്നും പറഞ്ഞില്ലേ? എല്ലാരും പോകുന്നതാണ്. നമ്മളെത്തില്ലേ? അങ്ങനെ ഞങ്ങൾ ആലുവ എത്തിയിരിക്കുകയാണ്. ആലുവ മക്കളെ തട്ടി വണ്ടി ഇവിടെ ഇറങ്ങ. എന്റെ മക്കളെ ആലുവ എത്തിയപ്പോഴേക്ക് തിരക്ക് കഴിഞ്ഞിട്ടാ. ഫുള്ളായിട്ട് കാര്യമായി. അയ്യോ, ഈ ട്രെയിനത്തെ ആൾക്കാരൊക്കെ ആലുവയിൽ ഇറങ്ങിയത് എന്നൊക്കെ തോന്നുന്നു. അത്ര കണ്ട് കാലി പുറത്തിറങ്ങിയിട്ടുണ്ട്. ആലുവ റോട്ടിലേക്ക് കാലുത്തിയിട്ടുണ്ട് കേട്ടാ. മക്കളെ തിരക്ക്. റെയിൽവേ സ്റ്റേഷൻ ഫുൾ തിരക്ക്, റോട്ടിലും തിരക്ക്, ആകെ തിരക്ക്. ഇനിയിപ്പോ ഇവിടെ എവിടെയൊക്കെ റൂം കിട്ടണം. രജനി റെസിഡൻസി. ആലുവ. എനിക്ക് നാളെ പോകേണ്ടടത്തേക്ക് ഇവിടുന്ന് ഇനി 14 കിലോമീറ്റർ പോകണം. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ എവിടെയൊക്കെ സ്റ്റേ അടിച്ചിട്ട് നാളെ നമുക്ക് ഇവിടുന്ന് തെറിക്കാം. ആ സ്ഥലത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എവിടെയൊക്കെ നമുക്കിന്ന് തമ്പടിക്കുള്ള സ്ഥലം നോക്കാം. ഇവിടെ ഇങ്ങനെ റൂംസ് എന്ന് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാലും രാവിലെ മൂവിങ് നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ മേലെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഇതിനകത്തുനിന്ന് കയറി നോക്കാം. AC നോൺ AC ഒക്കെ ഉണ്ടെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. കോണിപ്പടിയും കയറി ഇങ്ങനെ വന്നു. പക്ഷേങ്കിൽ ഞാൻ തോന്നുന്നു ഓഫീസിലെ ആളില്ല. ഒരു ബായി ചേട്ടാ, ബായി നമ്മളെ കൊണ്ട് റൂം കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 600 രൂപേൻ്റെ റൂമാണ്. 204. എനിക്ക് പറ്റിയാൽ തന്നെ എടുക്കുള്ളൂ. ഞാൻ നാളത്തെ മാതിരി മോശപ്പെട്ട റൂമിൽ എടുക്കുള്ളൂ. ദിസ് ഈസ് ഓ മൈ ഗോഡ്. TV ഒക്കെ ഉണ്ടോ? വീട്ടൊക്കെ എന്താ അവസ്ഥ? വീട്ടൊക്കെ ഓക്കെ ആണല്ലേ? ഇത് മതിയല്ലോ അല്ലേ? നമുക്ക് കിടക്കാനൊന്ന് കിടന്നുറങ്ങാനല്ലേ? പക്ഷെ പുതപ്പ് കാര്യം മികവൊന്നും ഉണ്ടാവില്ല. ചെറിയ റൂമാണ്. നോക്കിയിട്ട് വരണം. 600 റുപ്യ വരുന്നുള്ളൂ. ആ കൺഫ്യൂഷനായി. വേറെ ഒത്തിരി പാടുന്നില്ല. ഒന്ന് കടന്നുറങ്ങാ, രാവിലെ വെച്ച് പോവാ.
അടുത്ത 850 റൂം. ആ ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലേ, 850 റൂം. പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇത്ര വലിയ സൗകര്യത്തിൻ്റെ ആവശ്യം വെച്ചില്ല. AC വർക്കിംഗ് ആണെന്ന് വെച്ചാൽ ഒരു ബാഡ് സ്മെല്ലുണ്ട് റൂമിനകത്ത്. കുറേ നേരം അടച്ചിട്ടുണ്ട് തോന്നില്ലേ. AC വർക്കിംഗ് AC വർക്കിംഗ് ആണെന്നൊക്കെ പറയണേ. AC കൂടി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും, പുതപ്പൊന്നുമില്ല. നോക്കട്ടെ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ 600 രൂപയുടെ ഈ റൂമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫാൻ്റെ കാറ്റ് മതി നമ്മൾക്ക്. പിന്നെ നല്ല ഒരു ബെഡ്, ഒന്ന് കിടന്നുറങ്ങണം. രാവിലെ അച്ചായൻ്റെ കുടിരിക്കലിന് പോകണം, അച്ചായനെ കാണണം. ഇത്രയൊക്കെ നമ്മുടെ പ്ലാനിലുള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ സുഖിച്ച് കിടക്കുക എന്നുള്ള യാതൊരു വ്യാമോഹത്തിലും വന്നതല്ല. ഓരോ യാത്രികനും 600 രൂപയുടെ റൂം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 8:20 എന്തായാലും പുറത്തൊക്കെ ഒന്ന് ആലുവല്ലേ ഒന്ന് കാണാം. ഞാൻ അതിലൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് കരുതി ഇറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാം, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വരാം. ഓക്കെ, ഇറങ്ങി നോക്കാം. എനിക്കിന്ന് എന്തായാലും വലിയ രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മൈൻഡൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ബേക്കറി കണ്ടു, ഈ ബേക്കറി. അപ്പോൾ അതിനകത്ത് ഷവർമ്മ ഉണ്ടാവും. ഏതാണ്ട് ഞാനൊരു 1/2 കിലോമീറ്ററൊക്കെ ഇങ്ങനെ വെറുതെ നടന്നപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. നടന്ന് പോകുന്നതാണ്. അവിടെ പോയിട്ട് നമുക്ക് ഷവർമ്മ വാങ്ങിയാലോ പാർസല്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ബേക്കറിയിൽ നമ്മൾക്ക് ഷവർമ്മ കിട്ടൂല. 1.5 കിലോമീറ്റർ നടന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ച് ഞാനപ്പോൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ അങ്ങോട്ടേക്ക് നടക്കില്ല. അങ്ങോട്ട് ഇപ്പം തന്നെ അത്യാവശ്യം നടന്ന് ഞാൻ റിട്ടേൺ നടക്കാം. അത് നന്നാവാം. റോയൽ ഫുഡ് കോർട്ട് അതിൻ്റെ വക്കിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഒരു റുമാലി ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ക്വാളിറ്റി കൊണ്ടാണോ ക്വാണ്ടിറ്റി കൊണ്ടാണോ അറിയില്ല, ഒരു പ്ലേറ്റിന് 210 രൂപയാണ്. നീ വലിയ ടൗണൊക്കെ അല്ലേ ആലുവയൊക്കെ അല്ലേ, അതുകൊണ്ടാണോന്ന് അറിയില്ല. സാധനം കയ്യിൽ കിട്ടിയാലേ നമുക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് കഴിക്കാന്നാണ് എൻ്റെ തീരുമാനം. സാധനം കിട്ടിക്കണം എന്തായാലും. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താ, ഏതാണ് ചാനൽ എന്നുള്ളതൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മളാരെയും മോശപ്പെടുത്താനോ ഒന്നിനും നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. അത്തരത്തിൽ വീഡിയോ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ ഇത് മോശമാണെങ്കിൽ മോശം തന്നെ പറയും. അതിപ്പോൾ ഞാനിപ്പോൾ ഈ എന്താ പറയുക, ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ നമുക്കുണ്ടായ അനുഭവം ഞാൻ പങ്കുവെച്ചതുപോലെ തന്നെ പങ്കുവെക്കും. മേലേക്ക് എത്തണം. ഇവിടെ ആകെ അടച്ചടാ. ഈ വയ്യാകും പോകേണ്ടി വരാം. തോട്ടുങ്ങൽ ലോഡ്ജ്, തോട്ടുങ്ങൽക്കാണ് നമ്മൾ പോകണ്ട. എൻ്റെ ചെങ്ങന്മാർ അങ്ങനെ റൂമിലുണ്ട് നമ്മളുടെ മഹൽ. അപ്പോൾ നൈസായിട്ട് ചെറുതായിട്ട് കുളിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരിയട്ടെ. പിന്നെ ഷവർമ്മ മൈൻഡേ ഉള്ളൂ, ഭക്ഷണം കഴിക്കാൻ വേറെ വലിയ മോഡൊന്നുമില്ല. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുവാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. റുമാലി റൊട്ടി, പിന്നെ ഇതിലേക്കുള്ള സോസ് ഒന്നും വേണ്ട, അത് മയോണൈസ് എല്ലാം ഉണ്ട്. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് മയോണൈസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് ടേസ്റ്റ് തോന്നുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ഈ മാഗിയില്ലേ, മാഗിൻ്റെ ചെറിയ ഫ്ലേവർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നാലും കുഴപ്പമില്ല, വലിയ മോശം പറയാനില്ല. പിന്നെ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കുറിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സമയമൊക്കെ 9-9:30 ആയിട്ടുണ്ടാവും. ഞാൻ നോക്കിയില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അരമണിക്കൂർ പോകണമെങ്കിൽ കളിച്ചും ചെയ്തു. എന്നിട്ടപ്പോൾ ഈ വന്നിരുന്ന് ഒന്നുമില്ല, ഞാൻ വീട്ടിൽ വിളിച്ച് ചിന്നുവിനെ വിളിച്ചാണ്. എന്നാൽ കൂടെ ഈ ഒരു വീഡിയോ കുറിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ ആയിട്ട്, നല്ല വീഡിയോ ഇല്ല, നാളത്തെ ദിവസം നമ്മൾ നേരെ അച്ചായൻ്റെ വീടൊക്കെ കാണാം. അച്ചായൻ്റെ വീട് കാണാം, അച്ചായനെ കാണാം. അടിപൊളിയാവും. ഞാൻ തന്നെ അച്ചായനെ കണ്ടു കുറേ ആയി. പിന്നെ അച്ചായൻ്റെ വീട് ഒക്കെ സർപ്രൈസാണ്. എനിക്കും നിങ്ങൾക്കും എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നാളെ നേരം വെളുത്ത് കിട്ടിയിട്ട് വേണം.
നോക്കാം നമുക്ക്. എന്നാൽ പിന്നെ നാളെ വരും, നാളെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.